മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വില്യം ഹാർവി ആണ് ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചതെന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഭാരതത്തിലുള്ളത് എന്തൊക്കെ കണ്ടുപിടിച്ചോ അതൊന്നും ഭാരതീയരെ പഠിപ്പിച്ചിട്ടില്ല. ഇംഗ്ലീഷുകാർ തന്നെ അത് പഠിപ്പിക്കരുതെന്ന് പറഞ്ഞത് നെഹ്റുവിൻ്റെ കുടുംബവും കുറേയൊക്കെ നെഹ്റുവിൻ്റെ ആരാധകരായ ബുദ്ധിജീവികളും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലുള്ളവരും ചേർന്ന് ഈ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ഒന്നും പഠിപ്പിക്കാതെ നാടിനെതിരെ അവഹേളനാത്മകമായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിപ്പിക്കല് ഇംഗ്ലീഷുകാരുടെ ദൗത്യമായിരുന്നു. അത് പിന്നീട് വന്ന ഭാരതത്തിലെ ഭരണകർത്താക്കളെ ഏറ്റെടുത്തു. പിന്നെ ആ ഇംഗ്ലീഷുകാരുടെ വീക്ഷണത്തോടുകൂടി ഭരണം നടത്തിയവര് അവർ ചെയ്തത് തന്നെ ഇവിടെ ആവർത്തിച്ചു. ഭാരതത്തിനകത്തെല്ലാം അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും മതാധിഷ്ഠിതവുമൊക്കെ ആണെന്ന് പറഞ്ഞ് വ്യാഖ്യാനം ചെയ്ത് നമ്മളെ മലന്ന് കിടന്ന് തുപ്പിയിട്ട് അവഹേളിച്ചു. ഇന്ന് പറയാൻ പോകുന്ന ബ്ലഡ് സർക്കുലേഷൻ വില്യം ഹാർവിയാണ് കണ്ടുപിടിച്ചതെന്നാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ആരാണ് ശരിക്കത് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. ഹൃദയം എന്ന വാക്കിന് നിരുക്തമുണ്ട്. ഹൃദയം എന്ന വാക്കിന് നിരുക്തം യാസ്കാചാര്യൻ എഴുതിയ നിരുക്തം BC 300-350 എഴുതിയതാണ് യാസ്കാചാര്യൻ. നല്ല സംസ്കൃത വ്യാകരണ ടൈപ്പ് ഗ്രന്ഥാണത്. ഹൃദയം എന്ന വാക്കുണ്ടായത് ഹൃ ആഹരതി ആക്സെപ്റ്റിംഗ്. ഹൃ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹരതി എന്ന വാക്കിൽ നിന്ന് ഹൃ, ദദാതി ഗിവിംഗ്, അതിൽ നിന്ന് ദ എന്ന റൂട്ട്. ഹൃ ആക്സെപ്റ്റിംഗ്, ദ ഗിവിംഗ്, അയതി സർക്കുലേറ്റിംഗ്. അയതി കറക്കുന്നു, യാത്രയാക്കുന്നു. അപ്പൊ ആക്സെപ്റ്റിംഗ്, ഗിവിംഗ് ആൻഡ് സർക്കുലേറ്റിംഗ് അത് എവിടെയാണോ ചെയ്യുന്നത് അതിനാണ് ഹൃദയം എന്ന് പറയുന്നത്. സ്വീകരിക്കുന്നത്, കൊടുക്കുക, സർക്കുലേറ്റ് ചെയ്യുക, കറക്കുക. ഇനി വേറൊന്ന് നോക്കാം. സാരണാത്ത സിര, സിരകളിൽ രക്തം തിളച്ചിടണം. സിര എന്ന വാക്ക് സരസ് എന്ന വാക്ക് ഒഴുകുന്നത്. അപ്പൊ സിരകളിലൂടെ രക്തം ഒഴുകണം. അപ്പൊ രക്തത്തിന്റെ സർക്കുലേഷൻ ഉണ്ടായിരുന്നു, ബ്ലഡ് സർക്കുലേഷൻ. രക്തക്കുഴലുകളിൽ രക്തം ഇങ്ങനെ നിൽക്കല്ല, സർക്കുലേറ്റ് ചെയ്യാൻ. AD 9-ാം നൂറ്റാണ്ടിൽ എഴുതിയ സംഗീത രത്നാകരം എന്ന പുസ്തകത്തിലെ ശാർങ്ങധരൻ എഴുതിയിരിക്കുന്ന വരി നോക്കാം. ധമന്യോ രക്തവാഹിനഃ, ധമനികള്. ധമാനാത്ത് ധമനി, ധമനി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഓക്സിഡേറ്റ്, കത്തിക്കുന്നത് എന്ന അർത്ഥം. ബ്ലഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഓക്സിഡേഷൻ നടക്കുന്നത് ബ്ലഡിലാണ്. അപ്പൊ ധമനി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണോ ആ സ്ഥലത്ത്. ധമന്യോ, ധമനികള്, രക്തധമനികള്. രക്തവാഹിനഃ ധമന്യ, ധമനികള്, രക്തവാഹികളായ ധമനികള്. ചതുർവിംശതിരതീത, ചതു 4, വിംശതി 20, പ്രധാനപ്പെട്ടത് 24 ഉണ്ടാണ്. രക്തക്കുഴലുകള് പ്രധാനപ്പെട്ടത് 24-മാണ്. ധമന്യോ രക്തവാഹിനഃ ചതുർവിംശതിരതീത, 24 എണ്ണമാണ് പ്രധാനമായിട്ടും. കുല്യാഭിരീവ കേദാര, കേദാരം നെൽവയല്. കേദാരം വയല് അല്ലെങ്കിൽ നെല്ല് വളർത്തുന്ന വയല്, പാടം. കുല്യാഭി, കുല്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴല്. കുല്യാഭിരിവ കേദാരം, കേദാരത്തിലേക്ക് വയലിലേക്ക് വെള്ളം എത്തിക്കുന്ന കുഴലുകൾ പോലെ ഈ 24 ധമനികള്. രാസ്താവിർ ദേഹോഭിവർദ്ധത, അത് വഴികളായിത്തീരുന്നു. രാസ്ത വഴികളായിത്തീരുന്നു, ദേഹാഭിവൃദ്ധിക്കായിട്ട് പോഷകാംശത്തെ എത്തിക്കുന്നു. എങ്ങനെയാണോ വെള്ളം വയലിലേക്ക് എത്തിക്കുന്നത് അതുപോലെ രക്തത്തെ ധമനികള് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളർച്ചയ്ക്കായിട്ട് എത്തിക്കുന്നു. അപ്പൊ ഇത് ശരിക്ക് ബ്ലഡ് സർക്കുലേഷൻ എന്ന സങ്കല്പം ഇന്നോ ഇന്നലെയോ ഒന്നും ഉണ്ടായതല്ല. യാസ്കാചാര്യൻ 2300 വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് ഇതുണ്ട്. സംഗീത രത്നാകരം എന്ന പുസ്തകത്തിലാണ് ഈ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ വരി കൊടുത്തിരിക്കുന്നത്. ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും ഒക്കെ എത്ര ഗംഭീരമായിട്ടാണ് ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. വിവിധ വാക്കുകൾ, നൂറുകണക്കിന് വാക്കുകളുണ്ട്. മലിന രക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവന്നത് ശുദ്ധരക്തമാക്കുന്നു.
അപ്പൊ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നല്ലേ അർത്ഥം, സർക്കുലേറ്റിംഗ് എന്നല്ലേ അർത്ഥം. അപ്പോ യഥാർത്ഥത്തില് നമ്മളുടെ അറിവുകൾ അത് പരിശുദ്ധമായിട്ടുള്ള അറിവ് തന്നെയായിരുന്നു. മോഡേൺ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള അറിവായിരുന്നില്ല. അപ്പോൾ മോഡേൺ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള അറിവായാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന ധാരണ തെറ്റാണ്. ഇവിടുത്തെ ആവശ്യത്തിന് പ്രാണവായു എന്ന് പറഞ്ഞാൽ ഓക്സിജനാണ്. അതിന് ഓക്സിജൻ എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നത് മാത്രം നമ്മളെ പഠിപ്പിച്ചാൽ പ്രാണവായു എന്നുള്ളത് പിന്തിരിപ്പനായി മാറും. സാമ്പാറിന് ഇംഗ്ലീഷ് വാക്കില്ലല്ലോ, സാമ്പാർ തന്നെയല്ലേ നമ്മൾ പറയുക. അതുപോലെ തന്നെ ഓലനും എലിശ്ശേരിക്കും പുളിശ്ശേരിക്കും ഒന്നും ഇംഗ്ലീഷ് വാക്കുകളില്ലല്ലോ. അതിന് ഇംഗ്ലീഷ് വാക്ക് ഉണ്ടാക്കിയിട്ട് വേണോ മക്കളെ പഠിപ്പിക്കാൻ? അപ്പൊ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ഗതികേട് മലയാളത്തില് 52 അക്ഷരം, 51 എന്നൊരാൾ പറഞ്ഞു, മിനിഞ്ഞാന്നൊരാൾ 46 എന്ന് പറഞ്ഞു. എത്രയായാലും കുഴപ്പമൊന്നുമില്ല, നമ്പറിലൊന്നും നമ്മൾ കറങ്ങേണ്ട കാര്യമില്ല. അത് ഈ 24 അക്ഷരമുള്ള ഇംഗ്ലീഷിനെ എടുത്തിട്ട് മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയാ ഇപ്പൊ നടക്കുന്ന അതാണ്. KA KH എന്നുള്ളതാണ് ഘ ഉപയോഗിക്കാൻ. GA ഗ, GH ഗ, ങാക്ക് എന്ത് ചെയ്യും NGA ങ. ചിലപ്പോ CA ച, ചിലപ്പോ CH ച, ചിലപ്പോ ജ പറയാൻ എന്ത് ചെയ്യും JA. ഇപ്പൊ ജഷത്തിന്റെ ജ പറയണോ JJA. എന്താ പറയുക ഇംഗ്ലീഷിൽ നോക്കുക, PUT, അവിടെ യു എന്ന് പറയുന്ന ഉ ആണ്, പുട്ട്. BUT, അവിടെ യു എന്ന് പറയുന്നത് ആണ്, ബട്ട്. BUT ബട്ട്, PUT പുട്ട്. അപ്പോ ശരിക്ക് അംബ്രല്ല യുയിലാ തുടങ്ങുന്നത്, അംബ്രല്ല. പക്ഷെ കയ്യില് ആം എയിലാ തുടങ്ങുന്നത്. കയ്യില് ആം എയിൽ തുടങ്ങും, അംബ്രല്ലയിലെ ആ യുയിൽ തുടങ്ങും. ചിലപ്പോ TI എന്ന് പറഞ്ഞാൽ ഷാണ്, നാഷണൽ TI. ചിലപ്പോ SHALL ഷാൾ, ചിലപ്പോ TI ഷാണ്, ചിലപ്പോ SHA ഷാണ്. അതിവികൃതവും ഒരു ബന്ധവുമില്ലാത്ത അക്ഷരങ്ങളുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഉപയോഗിച്ച്, അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കരുതെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അതുപയോഗിച്ച് മലയാളം പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് കേരളത്തില് ശരിക്കും വേദനാജനകം. പ്രധാന പ്രശ്നം എന്നൊന്നും ഞാൻ പറയണില്ല. ആ കുട്ടികളെ, ഞങ്ങളുടെ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ വേദമൊക്കെ പഠിപ്പിച്ചതിന് ശേഷം എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സിലും വേദമുണ്ട്. ആദ്യം ചൊവ്വ വ്യാഴം ദിവസം ഞാൻ ഇവിടെ നിന്ന് ടെലി ക്ലാസ് വഴി വേദം പഠിപ്പിക്കും. എല്ലാ കുട്ടികളുടെ കയ്യിലും പ്രിന്റഡ് വേദത്തിന്റെ പുസ്തകം കൊടുത്തിട്ടുണ്ട്. ആ കുട്ടികളുടെ അക്ഷരമൊക്കെ എന്ത് ക്ലിയറായി എന്നറിയും. കാരണം വേദത്തിനകത്ത് ആ അക്ഷരശുദ്ധിയാണ് ഇമ്പോർട്ടൻസ്. അത് പറഞ്ഞു അവർ കേട്ട് നല്ലോണം മനസ്സിലായി. പലപ്പോഴും ടീച്ചേഴ്സിനും അക്ഷരമൊന്നും ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. അവരവരുടെ രീതിയിൽ പഠിപ്പിച്ചു. അറിയാത്ത ടീച്ചേഴ്സ് അറിയാത്ത വിദ്യാർത്ഥികൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുന്നത് പോലെ പഠിപ്പിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, അറിയുന്ന രീതിയിൽ അവരറിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിലുള്ളത് പഠിപ്പിക്കേണ്ടേ? ഇപ്പോൾ പല മന്ത്രിമാരും പല സെക്രട്ടറിമാരും ഒക്കെ മലയാളം പറയുന്നത്, കേരളീയരായിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയണേ, എന്ത് വികൃതമായിട്ടുള്ള അക്ഷര പ്രൊനൗൺസിയേഷനാണ് ഉള്ളത്. ക്ലിയർ പ്രൊനൗൺസിയേഷൻ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അത്ഭുതമാണ്, ഇതാണോ മലയാള പ്രൊനൗൺസിയേഷൻ എന്നാ തോന്നുക. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ശരിക്ക് ബ്ലഡ് സർക്കുലേഷൻ എന്ന വാക്ക്, ബ്ലഡ് സർക്കുലേഷൻ എന്ന കൺസെപ്റ്റ്, ബ്ലഡ് സർക്കുലേഷൻ്റെ എക്സ്പ്ലനേഷൻ, സയന്റിഫിക് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ, ഭാരതത്തിൻ്റെ ശാസ്ത്ര പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും അഷ്ടാംഗ സംഗ്രഹത്തിലും അഷ്ടാംഗ ഹൃദയത്തിലും കൂടാതെ മറ്റു പല പുസ്തകങ്ങളിലും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയണം. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ ഏത് വേണമെങ്കിലും എഴുതിക്കോളൂ, പക്ഷെ ഇവിടെ അത് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയണം എന്ന് മാത്രം മാതാപിതാക്കളെയും വിദ്യാർത്ഥികളെയും അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.